ജയിലിലെ അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് തരുന്ന ഭക്ഷണം പട്ടിക്ക് തരുന്ന ഭക്ഷണം പോലെയാത്ത ഭക്ഷണമാണ് തരുന്നത്. അത് ചോദിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് ചോദിച്ച ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അവരിനെ കൊണ്ടുപോയിട്ട് ഗാർഡ് ഓഫീസിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയാണ് ചെയ്യുക. പിന്നെ അവിടുത്തെ മട്ടൻ എന്നൊക്കെ പറയുമ്പോൾ എല്ല് മാത്രമേ ഉള്ളൂ. എല്ലും കുറച്ച് ഉള്ളികളും ഇട്ടിട്ടാണ് മട്ടനാക്കുന്നത്. ഈ മാംസങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. എന്നിട്ട് ജയിൽ തടവുകാർക്ക് കൊടുക്കുന്നത് വെറും എല്ലും കഷ്ണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെയാണ് അവിടുത്തെ വെളിച്ചെണ്ണ എത്ര ഗ്രാമം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതൊന്നും കൃത്യമായിട്ട് തന്നെ നമ്മളുടെ കയ്യിൽ എത്തുന്നില്ല. ഇപ്പോൾ കുളിക്കാനാകുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അത്ര മാത്രമേ നമുക്ക് വെളിച്ചെണ്ണ തരുള്ളൂ. അതിന് ചോദിച്ചാലും നമ്മൾ ആദ്യം ഒന്ന് നോക്കി വെക്കും. പിന്നെ വേറെ എന്തെങ്കിലും ചെറിയൊരു ഇതിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ടുപോയി തല്ലും. അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ മുതൽ ഈ ഭക്ഷണ സാധനം വരെ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടുത്തെ CCTV പരിശോധിച്ചാൽ അറിയാം എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അവിടുത്തെ CCTV പരിശോധിച്ചാൽ അറിയാം. അതുപോലെ തന്നെയാണ് അവിടെ കുറേ മാനസിക രോഗിയായിട്ടുള്ള തടവുകാരുമുണ്ട്. ആ തടവുകാർക്ക് പോലും മരുന്ന് പോലും ശരിയായ രീതിയിലല്ല കൊടുക്കുന്നത്. പക്ഷേ ഡോക്ടർ പ്രകാരം മരുന്ന് വാങ്ങുന്നുണ്ട്. പക്ഷേ രോഗികൾക്ക് ആ മരുന്ന് എത്തുന്നില്ല. അവരിനെ വീണ്ടും ജയിലിൽ പോയതിൻ്റെ പേരിൽ അവരിന് വീണ്ടും ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനുള്ളൊരു നടപടിയാണ് ജയിലിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ DGPക്ക് അവിടെ ജയിലിൻ്റെ ഉള്ളിൽ DGPക്ക് പരാതി നൽകാനായിട്ട് ഒരു ലെറ്റർ ബോക്സ് ഉണ്ട്. ആ ലെറ്റർ ബോക്സിൽ നമ്മൾ പരാതി ഇട്ട് കഴിയുമ്പോൾ അതിവിദഗ്ധമായ ഒരു ടെക്നിക്ക് മുഖാന്തരം ഇവർ ആ പരാതിനെ എടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്കാരൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവനെയും കൊണ്ടുപോയി മർദ്ദിക്കുക. ഇതാണ് നിരന്തരമായി അവിടെ ജയിലിൽ നടക്കുന്ന അക്രമങ്ങൾ.